ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പായി തന്നെ ഒരുപക്ഷെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് കേന്ദ്ര മോദി സർക്കാർ കടന്നിരിക്കുന്നു. അതിനെതിരെ രാജ്യമെങ്ങും പ്രതിപക്ഷ കക്ഷികളും മറ്റുള്ളവരും പ്രക്ഷോഭം നടത്തുന്നു, കേരളത്തിൽ ഉൾപ്പെടെ. അതായത് സുപ്രീം കോടതിയുടെ വിധിയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഒരു ഇലക്ഷൻ ബോംബായിട്ട് BJPക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ഏറ്റവും അവസാനത്തെ സുപ്രീം കോടതി വിധിയും. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ടുകളുടെ എല്ലാ രേഖകളും വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും ചെയ്തത്. ഈ 15-ാം തീയതിക്ക് മുമ്പായിട്ട് മാർച്ച് 15-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഇതിൻ്റെ സർവ്വ ഡീറ്റെയിൽസും ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം, പ്രസിദ്ധീകരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. അല്ലെങ്കിൽ അടുത്ത കോടതി ഇലക്ഷൻ നടപടികൾ ഇലക്ഷൻ കമ്മീഷനെതിരെയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നപ്പോഴാണല്ലോ SBI പെട്ടെന്നുകൊണ്ട് എല്ലാ ലിസ്റ്റും കൊടുത്തത്, ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് രാജ്യത്തെ ചർച്ചകൾ ഈ പറയുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിലേക്ക് കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ, ചാനലുകൾ കേരളത്തിൽ ഉൾപ്പെടെ പ്രാദേശിക ഭാഷകളിലും ഇത്തരം വിഷയങ്ങൾ എത്ര ചർച്ചകൾ, അന്തിച്ചർച്ചകൾ നടത്തുന്നു, ഇതിൻ്റെ ഗൗരവം എങ്ങനെ കാണുന്നു? അങ്ങനെയൊന്നും കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മോദി സർക്കാരിനെ ഏറ്റവും ഗുണപ്പെടുത്തുന്ന കാര്യവും അതൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് മോദി സർക്കാർ കൊണ്ടുവന്നതാണ് ഈ ദേശീയ പൗരത്വ ഭേദഗതി. ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കി വന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മോദി സർക്കാർ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ പിന്നാമ്പുറം നമ്മൾ ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ വിഷയം പോലും എന്താണെന്ന് നമ്മൾ അറിയാതെ പോകും. ഇവിടെ 3 കാര്യങ്ങൾ ലിങ്ക്ഡാണ്. ഇത് മുഴുവൻ തുടങ്ങി വെച്ചത് ഒരു യുദ്ധത്തിൽ നിന്നുമാണ് എന്ന് എത്ര പേര് ഈ രാജ്യത്ത് ചർച്ച ചെയ്യുന്നു. ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ കാർഗിൽ യുദ്ധം, ആ കാർഗിൽ യുദ്ധത്തിൽ അവസാന വിജയം, അന്തിമ വിജയം ഇന്ത്യക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ സൈന്യത്തിന്, പട്ടാളത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അഭിമാനമുള്ള കാര്യമാണ്. പക്ഷേ തുടക്കത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചൊരു യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. അവിടെ ഇന്ത്യൻ സൈന്യത്തിന് അത് മുൻകൂട്ടി അറിയാൻ സാധിക്കാതെ പോയി. അത് യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അവിടുത്തെ മുൻ ആർമി മേധാവിയും പിന്നീട് പ്രസിഡന്റുമായ പർവേസ് മുഷാറഫാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒത്തിരി ആഘാതം ഇന്ത്യൻ ഭാഗത്തുണ്ടായി, നമ്മുടെ സൈന്യത്തിനുണ്ടായി. പതുക്കെ തിരിച്ചു വന്നതാണ് അവസാനം പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തിയിട്ട് കാർഗിൽ തിരിച്ചു പിടിക്കുന്നത്, ഇന്ത്യൻ പതാക അവിടെ പറത്തുന്നത്. അന്നാരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി, BJPയുടെ 1ാം ഗവൺമെന്റ്. അന്ന് കാർഗിൽ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ഇന്ത്യൻ പട്ടാള മേധാവികൾ, അവരുടെ യുദ്ധവിദഗ്ധര് അവരുടെ മുഖം രക്ഷിക്കാനൊരു റിപ്പോർട്ടുണ്ടാക്കി. അതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം കാർഗിൽ നമുക്കൊരു നാണക്കേടുണ്ടാക്കിയല്ലോ, എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ റിപ്പോർട്ടിലേക്ക് പോയപ്പോൾ നുഴഞ്ഞുകയറ്റം, അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റവും പിന്നീടുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ സുരക്ഷയെ വല്ലാണ്ട് ബാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു ദേശീയ ഈ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കണം. അത് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ ആർമി ഇത് തയ്യാറാക്കിയത്. അതിനെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യാവുന്ന ഒന്നായിട്ട് കാണുകയും RSSന്റെ ഹിന്ദുത്വ അജണ്ട, സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ പറ്റിയൊരു ടൂളായിട്ട് ഇതിനെ ഉപയോഗിക്കാമെന്നും കണ്ടെത്തിയതാണ് സംഘപരിവാറിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പാക്കേണ്ടിയിരുന്ന ഈ ആർമി റിപ്പോർട്ട് ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള ബുദ്ധി ഉദിച്ചത് RSS കാര്യാലയത്തിലാണ്, നാഗ്പൂരിലാണ്. രാജ്യം മുഴുവൻ അങ്ങനെ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്, ദേശീയ പൗരത്വ പട്ടിക. ആർമി റിപ്പോർട്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ മാത്രം. ഇപ്പം ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ, അപ്പോൾ പഞ്ചാബ്,
പിന്നെ ബംഗ്ലാദേശ്, അവിടെ നിന്ന് നുഴഞ്ഞു കയറ്റം, അപ്പോൾ ബംഗാൾ, അപ്പോൾ നോർത്ത് ഈസ്റ്റ് ആ മേഖലകളിൽ, അതുപോലെ മറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലെ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നടപ്പാക്കേണ്ടുന്നൊരു കാര്യം, ഇന്ത്യ രാജ്യം മുഴുവൻ നടപ്പാക്കാനുള്ള അജണ്ട എവിടെയാണ് സെറ്റ് ചെയ്തത്? അത് വാജ്പേയി സർക്കാരിനെ സ്വാധീനിച്ച ഹിന്ദുത്വ അജണ്ടയാണ്, RSS അജണ്ടയാണ്. ആധാർ പോലും അതിന് പിന്നാലെയാണ് വരുന്നത്. ആധാർ കൊണ്ടുവന്നത് പോലും ഈ കാർഗിൽ യുദ്ധ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഇതെല്ലാം നിയമമാക്കിയത് വാജ്പേയി ഗവൺമെന്റ്. അപ്പോഴത്തേക്ക് വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് കോൺഗ്രസ് UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് പീരീഡ് നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇങ്ങനെ ആയിപ്പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഈ സംഭവം. അപ്പം അങ്ങനെ 2003 NRC റെഡിയാക്കി നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് ആക്കി കൊടുത്തു. അതേപോലെ NPRന്റെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NPR എന്ന് പറയുന്ന സെൻസസ്, അതിൻ്റെ ആദ്യഘട്ട പണികളും വാജ്പേയി സർക്കാർ അത് നടപ്പാക്കാനെല്ലാം ഒരുക്കി വെച്ചിട്ട് വാജ്പേയി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് പിന്നെ വന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇത് നടപ്പാക്കുകയാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളും പ്രവർത്തകരും തെരുവിലിറങ്ങി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ, നിയമത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് സാധിക്കത്തില്ല. കോൺഗ്രസ് ഇതിലെ 2ാം പ്രതിയാണ്. 1ാം പ്രതി വാജ്പേയി സർക്കാർ, 2ാം പ്രതി UPA ഗവൺമെന്റാണ്, UPA 1. വാജ്പേയി സർക്കാർ പാസാക്കിയെടുത്ത ഭേദഗതി, അതായത് ദേശീയ പൗരത്വ നിയമത്തിലെ ആർട്ടിക്കിൾ ക്ലോസ് 14 ഭേദഗതി 14A(1) കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ വാജ്പേയി സർക്കാർ ചെയ്തത്? അതായത് ക്ലോസ് 14A(1) പറയുന്നത് എല്ലാ പൗരന്മാരും നിർബന്ധമായും പൗരത്വം രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ നൽകുകയും ചെയ്യും. ഇതിലെ ദേശീയ തിരിച്ചറിയൽ കാർഡാണ് പിന്നീട് വന്ന ആധാർ. മൻമോഹൻ സിംഗ് സർക്കാർ ആവേശപൂർവ്വം നടപ്പാക്കിയ ആധാർ കൊണ്ടുവന്നത്, അതിൻ്റെ ബീജം വാജ്പേയി സർക്കാരാണ് ഇട്ടുകൊടുത്തത്. കോൺഗ്രസ്സുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ഈ ഗവൺമെന്റ് കാട്ടിക്കൂട്ടിയത് എന്താണ്? അവരുടെ ഗവൺമെന്റ് UPA 1. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്നാണ്. സോ ഇറ്റ് ഈസ് മാൻഡേറ്ററി, നോ ഓപ്ഷൻ, ഓപ്ഷണൽ ഇല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന 6 മാസത്തിൽ അധികമായിട്ട് എവിടെ ഏത് സ്ഥലത്ത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും താമസിക്കുന്ന 6 മാസത്തിൽ അധികം സ്ഥിരതാമസമുള്ളയാള് ഇത്തരം രേഖകളെല്ലാം കൊടുത്ത് പൗരത്വം രജിസ്റ്റർ ചെയ്തിരിക്കണം. UPA ഗവൺമെന്റ് നടപ്പാക്കിയത് ഹിന്ദുത്വ അജണ്ട തന്നെയായിരുന്നു. അപ്പൊ ചോദിക്കും, മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ പോലുള്ള ഒരു ഗവൺമെന്റിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു? UPA 1 കോൺഗ്രസിന് ഇത് മനസ്സിലായില്ല. ഇതൊരു കുരുക്കാണ് വാജ്പേയി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി എന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ കോൺഗ്രസിലെ മൃദു ഹിന്ദുത്വ നേതൃത്വം പരോക്ഷമായിട്ട് അതിനെ പിന്തുണച്ചു. ഈ 2 കാരണങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതിൻ്റെ അനന്തരഫലമാണ് മോദി സർക്കാർ ഇപ്പോൾ വന്നിട്ട് ബാക്കി അടുത്ത ഘട്ടം NPRന്റെ 2ാം ഘട്ടവും സെൻസസിന്റെ ഈ 1919-20 കാലഘട്ടം ആ ഒരു പീരീഡില് NPRന്റെ 2ാം ഘട്ടവും, അതായത് സെൻസസിന്റെ 3ാം ഘട്ടമായിട്ട് ദേശീയ പൗരത്വ നിയമം ഇപ്പം നടപ്പാക്കുന്നത്. ഇതാണ് സമീപകാല ചരിത്രം ഇതിൻ്റെ. അപ്പോൾ BJP ഗവൺമെന്റ് ആദ്യം കൊണ്ടുവന്ന ഒന്നിനെ ഏറ്റെടുത്ത് ലാളിച്ച് ഹൃദയത്തിൽ വെച്ചത് നടപ്പാക്കി കൊടുത്ത ഉത്തരവാദിത്തം UPA 1 ഗവൺമെന്റിനുണ്ട്. പിന്നെ നരേന്ദ്രമോദി വന്നു, ആദ്യം പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. ഈ പൗരത്വ പ്രശ്നങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ വന്നപ്പോൾ അത് ഒന്ന് നീട്ടി വെച്ചു. പക്ഷെ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, ഇപ്പൊ നടപ്പാക്കുന്നു അത് തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അത് മത അടിസ്ഥാനത്തിലാക്കിയത് അങ്ങനെയാണ്. ഈ തിരികെ കയറ്റുന്ന ബുദ്ധി ആദ്യം വളരെ സോഫ്റ്റ് ആയിരിക്കും. വാജ്പേയി BJPയുടെ വളരെ സോഫ്റ്റ് മുഖം, ഏറ്റവും സ്വീകാര്യനായ BJP നേതാവ്.
പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നാഗ്പൂരിലെ ഹിന്ദുത്വ അജണ്ട ഇങ്ങനെ തിരികെ കയറ്റിക്കൊണ്ടേയിരുന്നു. അതായത് വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിൽ മത അടിസ്ഥാനത്തിൽ മതാധിഷ്ഠിതമല്ല പൗരത്വം, ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് ഇപ്പം മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നിട്ട് നരേന്ദ്രമോദി 2 ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് ഈ നിയമത്തിൽ വാജ്പേയി സർക്കാർ ഭേദഗതി ചെയ്ത നിയമത്തിൽ ഈ 14 ക്ലോസ് 14A1 മതം കൂടി ആഡ് ചെയ്തു. എളുപ്പമായില്ലേ കാര്യങ്ങൾ? ഓൾറെഡി ഒരു ഭേദഗതി വാജ്പേയി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചു, അത് UPA നടപ്പാക്കി. ആ നടപ്പാക്കി കിട്ടിയതിനകത്ത് ഇപ്പൊ മോദി സർക്കാർ, 2ാം മോദി ഗവൺമെന്റ് അതിനകത്ത് മതം കൂടി ആഡ് ചെയ്തപ്പോൾ എന്തായി? മതാധിഷ്ഠിത പൗരത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ മുഖമുദ്രയായിട്ട് മാറി. ഒരു മതേതര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് പൗരത്വ നിയമത്തിനകത്ത് മതം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അതായത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ CPM ഉൾപ്പെടെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്, ചില സംഘടനകൾ പോയിട്ടുണ്ട്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്ത് വിധി പറയുമെന്നുള്ളതൊരു 2ാമത്തെ കാര്യമാണ്, അതിന് സമയമെടുക്കും. അപ്പോൾ ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. അതാണ് അത് തുടങ്ങി വെച്ചതാര്? വാജ്പേയി സർക്കാർ. നടപ്പാക്കിക്കൊണ്ട് മോദി സർക്കാരിന് താലത്തിൽ വെച്ചു കൊടുത്താരാണ്? മൻമോഹൻ സിംഗ് ഗവൺമെന്റ്. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് ഇതിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള ധാർമ്മികതയുണ്ടോ? ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോവും കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ എന്തിനു പ്രക്ഷോഭിച്ചിട്ട് കാര്യം? അപ്പൊ ഇനി നമുക്കെന്താ? തെരുവിലിറങ്ങുക, പ്രക്ഷോഭം നടത്തുക, നിയമപരമായിട്ട് കോടതിയിൽ പോരാടുക. മതം പൗരത്വത്തിന് അടിസ്ഥാനമാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം പിന്നെ മതേതരം എന്നുള്ള കൺസെപ്റ്റ് തന്നെ എന്തായി? നമ്മുടെ ഫണ്ടമെന്റൽ ക്യാരക്ടർ തന്നെ എന്തായി? മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തുക ദേശീയ പൗരത്വ നിയമത്തിന്. അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നില്ല. അതേസമയം ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിഖ്, പാഴ്സി, മറ്റുള്ളവർ, ക്രിസ്ത്യൻസ് എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട്. അപ്പോൾ മതാടിസ്ഥാനത്തിൽ ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെ എങ്ങനെ മാറ്റി നിർത്താമെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങനെ മുസ്ലിം കുടിയേറ്റം വന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ വല്ലാണ്ട് കൂടിയോ? ഒരടിസ്ഥാനവുമില്ല. നമ്മുടെ പോപ്പുലേഷൻ സ്റ്റാറ്റ്സും സ്റ്റഡീസും നോക്കിയാൽ മനസ്സിലാവും, ജനസംഖ്യാ വർധന ക്രമാനുഗതമാണ്. അതിനകത്തൊരു പ്രത്യേക സമുദായത്തിന്റെ വർധന കൂടുതലോ അങ്ങനെയൊന്നും ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെയുള്ള സെൻസസ് നോക്കിയാൽ. ഇതെല്ലാം കണക്കുകളാണ്, ഡേറ്റയാണ് സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോൾ എന്താണ്? അവിടെയാണ് ഹിന്ദുത്വ അജണ്ട മറന്നെങ്കിൽ പുറത്തു വന്നിരിക്കുന്നത്, ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിലൂടെ. ഇതൊന്നും ആരും ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങളിത് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവണം, ഈ രാജ്യത്തെ വോട്ടർമാർക്ക് മനസ്സിലാവണം. കോൺഗ്രസ് എന്തേ മൗനം പാലിക്കുന്നു? ഇപ്പൊ ഈ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നൊരു കാര്യം പറഞ്ഞ് ഈ വീഡിയോ ഇത്തിരി നീണ്ടുപോകും. പക്ഷെ ഈ വിഷയം ഗൗരവമുള്ളത് കൊണ്ടാണ് നമുക്ക് ഒതുക്കി പറയാനും പറ്റില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വിഷയം അവസാനിപ്പിക്കാം. ദേശീയ പൗരത്വ നിയമം ഭേദഗതി നടപ്പാക്കില്ല എന്ന് ആദ്യം ഒരു പ്രമേയം പാസ്സാക്കിയത് കേരളത്തിന്റെ നിയമസഭയാണ്. അന്ന് പ്രതിപക്ഷം സഹകരിച്ചു, കോൺഗ്രസും UDF-ഉം ഏകകണ്ഠമായിട്ട് പാസ്സാക്കി. ഈ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ, മോദി ഗവൺമെന്റ് നമ്മുടെ എതിർ പ്രമേയം പാസ്സാക്കി നമ്മുടെ നിയമസഭ ഏകകണ്ഠമായിട്ട്. ഇതിവിടെ നടപ്പാക്കില്ല. അത് കഴിഞ്ഞ് യോജിച്ച പ്രക്ഷോഭത്തിന് നമ്മൾ ഒരുമിച്ച് നീങ്ങണം എന്ന് പറഞ്ഞ പ്രതിപക്ഷം പിൻവാങ്ങി. ആരെ? സതി സുധ കോൺഗ്രസ്. സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കാൻ വിളിച്ചപ്പം അതിനും തയ്യാറായില്ല. അങ്ങനെ LDF ഗവൺമെന്റ് മാത്രമായിട്ട് ഹർജി കൊടുത്തു. അങ്ങനെ ഇവിടെ ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ ഗവൺമെന്റ്, MK സ്റ്റാലിൻ ഗവൺമെന്റ് പറഞ്ഞു തമിഴ്നാട്ടിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. ആ ധൈര്യം MK സ്റ്റാലിൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നു. ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദ്യമാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനമാണ് ആണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. തെക്കേ ഇന്ത്യയിൽ തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്നു, ഇപ്പോൾ കർണാടക കോൺഗ്രസ് ഭരിക്കുന്നു. കേരളം നടപ്പാക്കില്ല എന്ന് പറഞ്ഞു, തമിഴ്നാട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. ഈ 2 കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി, തെലങ്കാനയും കർണാടകയും കൂടി
അവിടുത്തെ മുഖ്യമന്ത്രിമാർ കൂടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, തെക്കേ ഇന്ത്യയിലെ 4 തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിയമപരമായിട്ടും അല്ലാതെയും മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഹോൾ ഓഫ് സൗത്ത് ഇന്ത്യ മുഴുവൻ മതം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ ഭേദഗതിക്ക് എതിരാണ് എന്നൊരു സന്ദേശം ഈ രാജ്യത്തിന് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്തേ ചെയ്യാത്തത് തെലങ്കാനയും കർണാടകയും? എന്തേ അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മിണ്ടാത്തത്? എന്തേ ഹൈക്കമാൻഡ് മിണ്ടാത്തത്? എന്തേ രാഹുൽ ഗാന്ധി മിണ്ടാത്തത്? എന്തേ സിദ്ധാരാമയ്യ മിണ്ടാത്തത്? എന്തേ പുതിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മിണ്ടാത്തത്? മുഖ്യമന്ത്രി അവിടുത്തെ അതാ പറഞ്ഞ കോൺഗ്രസിൻ്റെ അകത്ത് ഇരട്ടത്താപ്പ് മാത്രമേ ഉള്ളൂ. ഇത് നടപ്പാക്കാൻ പരോക്ഷമായിട്ട് കൂട്ടുനിന്നവരാണ് കോൺഗ്രസ്. അവർക്ക് പ്രക്ഷോഭം നടത്താൻ മടി വരും. അത് വി ഡി സതീശനുണ്ടാവും, കെ സുധാകരനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, കേരളത്തിലെ കോൺഗ്രസിനും ഉണ്ടാവും. ഇതാണ് യാഥാർത്ഥ്യം. അല്ല, ഇതൊരു അവസരമല്ലേ? 4 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്തുകൂടെ? അതിന് കോൺഗ്രസ് തയ്യാറാവണ്ടേ? പിന്നെ നിങ്ങൾ ഈ പറയുന്ന ദേശീയ ഇന്ത്യ സഖ്യം എന്ത് മണ്ണാങ്കട്ടയാണ്? നിങ്ങളുടെ കൂടെ ആരാ നിൽക്കാൻ പറ്റുക? നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇതാണ് യാഥാർത്ഥ്യം. പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ് ഞങ്ങൾ പറയുന്നത്.